ഷീജാവധം. അധ്യായം 8. ക്രൈം ത്രില്ലർ. അവളെ അന്വേഷിച്ച് കിട്ടാത്ത കലിപ്പിൽ അവൾ താമസിച്ചിരുന്ന കൊച്ചുകുടിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. തൊട്ടടുത്ത് ശവപ്പറമ്പിൽ പേടിച്ചരണ്ട അവൾ ആ കാഴ്ച കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കാണ്ടേ വന്നു. കോളനിവാസികൾ ആരും ഒന്ന് പുറത്തിറങ്ങി നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. കൈകാലുകളിൽ കുപ്പിച്ചിലുകൊണ്ട് മുറിഞ്ഞ അവൾ തികച്ചും അവശയായിരുന്നു. ആരും കാണാതെ ആരും അറിയാതെ അവൾ ആ കോളനിയിൽ നിന്നും മാറി നിന്നു. പിന്നീട് അങ്ങോട്ട് ആരും കാണാതെ ആരും അറിയാതെ ജീവനും കയ്യിൽ പിടിച്ച് അവളുടെ ഓട്ടമായിരുന്നു. ഒടുവിൽ ഒന്നെത്തിയത് പോലീസ് സേനയിലെ പുതിയ അംഗമായ സത്യൻ്റെ മുന്നിലായിരുന്നു. എല്ലാം കണ്ടും കേട്ടും അവളെ ചേർത്ത് പിടിക്കുകയായിരുന്നു. സർവീസിൽ അല്പം കുപ്രസിദ്ധി നേടിയ ആളാണ് സത്യൻ. അതുകൊണ്ട് തന്നെയാണ് സത്യന് വിമർശകരുള്ളത്. രാഗിയുടെ കഥകൾ കേട്ട് എറണാകുളം നഗരം വൃത്തിയാക്കാൻ ഇറങ്ങിയ സത്യൻ ഷൂട്ടൗട്ടിലൂടെ അവരുടെ വൃത്തിയാക്കി തുടങ്ങി. സത്യനോടൊപ്പം നടന്നു നീങ്ങുന്ന രാഗി അന്ന് കോളനിക്കാർക്ക് ഒരു കൗതുകമായിരുന്നു. ഒന്നുകൂടി അവളെ ചേർത്ത് കിടത്തി. എപ്പോഴാണ് ഉറങ്ങിയത് എന്നറിയില്ല. രാവിലെ സെക്രട്ടേറിയറ്റിലെത്തിയപ്പോൾ രാജേഷേട്ടൻ എത്തിയിരുന്നു. സത്യനെ കണ്ടതും അയാൾ സത്യൻ്റെ അരികിലെത്തി. എന്താടോ സത്യ? രാജേഷേട്ടാ, നിങ്ങൾക്കറിയാലോ, കിടന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. ആ ചെക്കനൊരു നിരപരാധിയെന്ന്. എടോ സത്യ, ഇതിപ്പോൾ വല്ലാത്തൊരു ചൊറ പിടിച്ച കേസാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആളുകൾക്ക് ഏതൊരു കേസിൻ്റെ പ്രതിയായി ഒരാളെ കണ്ടാൽ മതി. താനിതിപ്പോൾ റീ ഓപ്പൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ രാജേഷേട്ടാ, CMനോട് എനിക്കൊന്ന് സംസാരിക്കണം. എന്താന്ന് വഴി? അതിനുള്ള വഴി ഉണ്ടാക്കാം. നീ ഇരിക്കപ്പാ. താഴെ ക്യാൻറ്റീനിൽ ഒരു ചൂടുള്ള കോഫി ഊതി കുടിച്ച് സത്യൻ അങ്ങനെ ഇരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാജേഷേട്ടൻ അങ്ങോട്ട് വന്നു. സത്യ, CMന് നിന്നെ ഒന്ന് കാണണം. CMൻ്റെ ഓഫീസിൽ കയറിയപ്പോൾ അയാൾ സാവധാനം തലയുയർത്തി നോക്കി. സത്യൻ അദ്ദേഹത്തിന് സല്യൂട്ട് അടിച്ചു. സഖാവ് EK നായനാരെ ഓർമ്മിപ്പിക്കുന്ന ശരീരഭാഷയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്താണ് സത്യ? രാജേഷ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെന്തെന്നാണ് ഒരു പുതിയ സ്റ്റൈലൊക്കെ? സാർ, ഒരു വല്ലാത്ത കുറ്റബോധം. കിടന്നിട്ടൊന്നും ഒരു ഉറക്കം വരുന്നില്ല. നീ അതിൻ്റെ ഇടയ്ക്ക് SP പോയി കണ്ട് കേസ് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തിനാ? ഇല്ല സാറേ, ഞാൻ ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി അവിടെ ചെന്നിരുന്നു. പക്ഷേ അവിടെ ഈ കേസുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്ന ഒരാളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ആ കേസ് അവിടുത്തെ ലോക്കൽ പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറയുകയായിരുന്നു. എടോ സത്യ, താൻ പറഞ്ഞത് നോക്കുമ്പോൾ ഇതിനിടയിൽ ഒരു വലിയ അടിയൊഴുക്കുണ്ട്. പാർട്ടിയുടെ ജില്ലാ നേതൃത്വം തന്നെ മാറ്റാനൊരു അപേക്ഷയും തന്നിരുന്നു. താനൊരു കാര്യം ചെയ്യ്, ഇത് രഹസ്യമായി അന്വേഷിക്കണം. കൂടെ ആരും ഉണ്ടാവില്ല. തനിക്ക് വേറെ ഏതെങ്കിലും ഒരു കേസ് ഇൻചാർജായിട്ട് പത്തനംതിട്ട തന്നെ ഡ്യൂട്ടി വരാം. അപ്ഡേഷൻ എന്നെ കൂടെ അറിയിക്കണം. ഓക്കെ സാറേ. സത്യൻ സല്യൂട്ട് നൽകി മടങ്ങുമ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. എപ്പോഴാണ് എന്താണ് ഒന്നൊന്നും അറിയാത്തതുപോലെ. ഫോൺ റിങ് ചെയ്തപ്പോൾ ഫോൺ എടുത്ത് നോക്കി. SP ആയിരുന്നില്ല. എടാ സത്യ, താൻ നാട് വിട്ടോ? ഇല്ല സാർ. എന്തായിരുന്നു? ഓക്കെ, തനിക്കൊരു കേസ് ഓർഡർ പൊട്ടിയിട്ടുണ്ട്. കുറച്ച് പഴയതാണ്. ഒരു ആദാമണി കൊലക്കേസ്. പത്തനംതിട്ടത്തല്ലേ തന്നെ ഉള്ളതാ. താനിതൊന്ന് നോക്ക്. ശരി സാറേ, ആയിക്കോട്ടെ. ശരിക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും സമയം മാത്രമേ ആയിട്ടുള്ളൂ. CM പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി നേരെ പത്തനംതിട്ടയിലേക്ക്. ഒന്ന് ഐശ്വര്യയെ വിളിക്കണം, രാഗിയെ വിളിക്കണം. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലുള്ള ഒരു തിരച്ചിറക്കം. രാഗിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെങ്ങന്നൂർ ട്രെയിൻ വന്നിറങ്ങിയപ്പോൾ ഐശ്വര്യ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഒരു നീല ആൾട്ടോ. അങ്ങനെ അവൾ അവിടെ കാത്തിരിക്കുമെന്ന് കരുതിയതല്ല. റെയിൽവേയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ ഉറക്കെ വിളിക്കുകയായിരുന്നു. എന്തോ അവൾ വളരെ സന്തോഷവതിയായിരുന്നു. എങ്ങനെ പോകുന്നു മാഡം സ്റ്റേഷൻ ഡ്യൂട്ടി? അവളൊന്ന് ചിരിച്ചു. വെരി ബോറ്. എന്നും രാവിലെ ജോലി, രാവിലെ ഡ്യൂട്ടിക്ക് പോവുക, വൈകുന്നേരം തിരിച്ചു വരിക. കുറച്ച് അന്വേഷണവും സാഹസികവും ഇല്ലെങ്കിൽ പിന്നെ എന്ത് പോലീസ് ജോലി സാറേ? അതിരിക്കട്ടെ സാറേ, എന്താണ് ഇനി അവിടുത്തെ പരിപാടി? ഒരു രാധാമണി കൊലക്കേസ്. ആഹാ, ആരായി ഈ രാധാമണി? ഒരു സെമിനാരിയുമായി അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമാണ്. അവരുടെ ഭർത്താവ് ഫ്രാൻസിസ് ആ മഠവുമായി നല്ല ബന്ധമുള്ള ആളാണ്. അവിടുത്തെ ഓട്ടങ്ങളെല്ലാം ഓടുന്നത് അയാളാണ്. രാത്രിയിൽ ഓട്ടം പോയ അയാളുടെ കുടുംബത്തിലെ എല്ലാവരും കൊല ചെയ്യപ്പെട്ടു. അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. ഇതിൽ മഠത്തിന് പങ്കുണ്ടെന്നാണ് ആരോപണം. ആഹാ, കൊള്ളാലോ, നല്ല ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. അപ്പോൾ ഇതാണോ അജണ്ട? സത്യനൊന്ന് ചിരിച്ചു. സാറേ, കുറച്ച് നിർണായക ലീഡ് കിട്ടിയിട്ടുണ്ട്. എന്താണോ? ഈ ഷീജയുടെ അച്ഛൻ്റെ മൊഴി. എന്താണത്? ഐശ്വര്യ റോഡ് സൈഡിലേക്ക് ഒതുക്കി നിർത്തി ലാപ്ടോപ്പ് തുറന്നു. അതിൽ നിന്നും ഒരു വീഡിയോ തുറന്ന് സത്യന് നേരെ വെച്ച് കൊടുത്തു.
താടിയും മുടിയും നരച്ച ഒരു 60 വയസ്സ് പ്രായം വരുന്ന ഒരു വൃദ്ധൻ. ഞാൻ പറയാനുള്ളത് ആരോടായാലും പറയും. അവൾ ശരിയല്ല സാറേ, എൻ്റെ ഭാര്യ. അവളെൻ്റെ കൊച്ചിനെ കൊലക്ക് കൊടുത്തതാന്നേ. എടോ, ഇയാളുടെ മൊഴിയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഒരു കുടിയൻ്റെ വാക്കുകൾ കോടതി എങ്ങനെ പരിഗണിക്കും? സാർ, ഒന്നുകൂടിയുണ്ട്. ഐശ്വര്യ ഒരു ക്ലിപ്പ് കൂടി പ്ലേ ചെയ്തു. എൻ്റെ മോളെ അവൻ കൊന്നതാ, MLA. അയാളുടെ പല കാര്യങ്ങൾക്കും അവൾക്കും അറിയായിരുന്നു, പിന്നെ ആ ബാങ്കുകാരനും. ഐശ്വര്യ, എനിക്കിപ്പോഴും ഈ മൊഴിയിൽ വലിയ വിശ്വാസം വരുന്നില്ല. ഐശ്വര്യ ഫോൺ തുറന്ന് ഒരു ചിത്രം കാണിച്ചു. വൃദ്ധൻ വാഹനമിടിച്ച് മരിച്ച നിലയിൽ. സാർ, ഇത് കാണുമ്പോൾ സത്യം കുറച്ചു നേരം ആലോചിച്ചു. എടോ, കൊന്നതാണോ? സംശയം എന്താണ് സാർ? അപ്പോൾ ഇതിലെന്തോ ഇല്ലേ? സാർ, നാളെ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. ഷീജയുടെ കൂടെ മുൻപ് ലോ കോളേജിൽ പഠിച്ച സഹപാഠികളാണ്. അവർക്ക് ഈ മരണത്തിൽ സംശയമുണ്ടത്രേ. ഒന്ന് നടക്കട്ടെ ഐശ്വര്യ, ഞാനും നീയും ഇതിലിടപെടണ്ട. നമുക്കിങ്ങനെ സൈലൻ്റായി നിൽക്കാം. അവിടെ നിന്നും ഐശ്വര്യ വണ്ടിയിൽ കയറി ക്വാർട്ടേഴ്സിലേക്ക്. നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒരു തുള്ളിക്ക് ഒരു കുടം എന്ന പോലെ. എടോ, മഴ കുറഞ്ഞിട്ട് പോകാം. സത്യൻ അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ചുറ്റും വലിയ ആളും ബഹളവും ഒന്നുമില്ലാത്ത ഒരു വീട്. സത്യനൊപ്പം അവളും അകത്തേക്ക് കയറി. സാറിനിവിടെ ഒറ്റയ്ക്ക് ബോറാവുന്നില്ലേ? സത്യനൊന്ന് ചിരിച്ചു. എടോ, ചായ ഇടാറിയെങ്കിലും നല്ല അടുക്കളയിൽ നല്ല ഉണ്ട്. ഞാൻ ചായ ഇട്ടാൽ തനിക്കിഷ്ടാവുമോ എന്നറിയില്ല. ഐശ്വര്യ ഒന്ന് ചിരിച്ചു. അങ്ങനെയൊന്നുമില്ല സാർ, ഇവിടെ എന്ത് പോകും, ആ ഒരു ടൈപ്പാണ്. എന്തായാലും ഇന്ന് ഞാൻ തന്നെ ചായ ഇടാം. സത്യൻ വസ്ത്രം മാറി വരുമ്പോഴേക്കും ഐശ്വര്യ ചായയുമായി എത്തിയിരുന്നു. കയ്യിൽ ചൂടുള്ള ബ്രെഡ് ഓംലെറ്റ്. സത്യൻ ഞെട്ടിപ്പോയി. ആഹാ, അന്തസ്! ഇതാണ് ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരിക എന്ന് പറയുന്നത്. അടുക്കളയിൽ നോക്കിയപ്പോൾ ബ്രെഡും മുട്ടയും ഒക്കെ ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. അതെന്തായാലും നന്നായി. മഴ, ചൂടുള്ള ചായ, ഓംലെറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു പ്രത്യേക കഴിവാണ്. സത്യൻ ചായ ഊതി കുടിച്ചുകൊണ്ട് അവളെ നോക്കി. അയാളുടെ ഇമ വെട്ടാതെയുള്ള നോട്ടത്തിൽ നിന്നും അവൾ കണ്ണു തെറ്റിച്ചു മാറ്റി. സാറിന് കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? രാഗിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ പോലീസുകാരുടെ ജീവിതം തനിക്കറിയില്ലേ? അത് ശരിയാണ്. എടോ, താനും തനിച്ചല്ലേ, തനിക്ക് ഇങ്ങോട്ട് മാറിക്കൂടെ ഈ കേസ് തീരും വരെയെങ്കിലും? അയ്യോ, അത് വേണ്ട സാറേ. കുറച്ചാൾ മാത്രമേ കൂടെ ഉണ്ടായുള്ളൂ എങ്കിലും സാറ് വീട്ടിലേക്ക് പോയപ്പോൾ ഒരുതരം ശ്വാസമുട്ടലായിരുന്നു. വന്നു എന്നറിഞ്ഞപ്പോൾ അതാ റെയിൽവേയിൽ വന്നു. കൂടെ താമസിച്ച പിന്നെ ഈ കേസൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പല വഴിക്കായി. പിന്നെ ആവില്ല സാറേ, ഞാൻ അങ്ങനെ ഒരാളുമായിട്ട് അടുക്കില്ല. അടുത്താൽ തന്നെ വലിയൊരു പാടാണത്. എടോ, താൻ കരുതുന്നത് എന്താണ്? ഈ ഷീജ കേസിൽ എന്താണ് ഒരവസാനം? ഒന്നും പറയാൻ വയ്യ സാറേ. അവിടുത്തെ ഓരോ പുൽക്കൊടിയും സംശയദൃഷ്ടിയിലാണ്. ഈ പറഞ്ഞ ബിലാലിനെയും സംശയിക്കണം. എടോ, ബിലാൽ നാട്ടിലേക്ക് പോകുന്ന ഡേറ്റ് താൻ നോക്കിയിരുന്നു. കൊലപാതകം നടക്കുന്നത് വൈകുന്നേരം 4-നും 5-നും ഇടയിലാണ്. അപ്പോൾ 6 മണിക്കുള്ള ട്രെയിനിലാണ് ബിലാൽ പോയി എന്ന് പറയുന്നത്. ഈ സംഭവ സ്ഥലത്തു നിന്നും 1 മണിക്കൂർ കൊണ്ട് റെയിൽവേയിലെത്താൻ ഇവന് കഴിയുമോ? ഇല്ല സാറേ. അപ്പോൾ കൊലപാതകം നടന്നത് എപ്പോഴാണ്? സാറേ, അവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ മലദ്വാരം, മൂക്ക് തുടങ്ങിയവയിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ശരീരം മാർബിളായിരുന്നു. അതിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കുറിക്കാൻ മറക്കരുത്. അപ്പം നാളെ വീണ്ടും കാണുമ്പോഴേക്കും ബൈ.